എവരിവൺ. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ലിവർ ആണ്. നമുക്ക് ഓൾറെഡി ഒരു റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ലിവറിന്റെ, അതായത് നമ്മുടെ കരളിന്റെ ഫങ്ഷൻസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് ലിവർ ആണ്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.2 to 1.5 kg ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ ഡയഫ്രം ഇൻ ദ അപ്പർ റൈറ്റ് ഹാൻഡ് പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അതായത് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ പോയിന്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡാർക്ക് റെഡിഷ് ബ്രൗൺ ഇൻ കളർ. ഇതിന്റെ കളർ ഏതാണ് എന്നുള്ളതാണ്. ഇതിന്റെ കളർ വന്നിട്ട് ഡാർക്ക് റെഡിഷ് ബ്രൗൺ കളർ ആണ്. അഡൾട്ട് ലിവർ വെയ്റ്റ്സ് അപ്രോക്സിമേറ്റ്ലി 3 pounds. ഒരു അഡൾട്ടിന്റെ ലിവറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 3 pounds ആണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ബൈൽ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ബൈൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും എക്സ്ക്രീഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ കൂടിയാണ് ലിവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. എക്സ്ക്രീഷൻ ഓഫ് ബിലിറൂബിൻ, കൊളസ്ട്രോൾ, ഹോർമോൺസ് ആൻഡ് ഡ്രഗ്സ്. ബിലിറൂബിന്റെയും കൊളസ്ട്രോളിന്റെയും ഹോർമോൺസിന്റെയും ഡ്രഗ്സിന്റെയും ഒക്കെ എക്സ്ക്രീഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ കൂടിയാണ് ലിവർ എന്ന് പറയുന്നത്. ദെൻ മെറ്റബോളിസം ഓഫ് ഫാറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റിന്റെയും പ്രോട്ടീൻസിന്റെയും കാർബോഹൈഡ്രേറ്റ്സിന്റെയും മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ കൂടിയാണ് ലിവർ എന്ന് പറയുന്നത്. നമ്മൾ ഈ വീഡിയോയിലൂടെ കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഫങ്ഷൻസ് ഓഫ് ലിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള, നമ്മുടെ എക്സാമിന്റെ ടൈം അനുസരിച്ച് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും എക്സ്ട്രാ പോയിന്റ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എക്സ്ട്രാ പോയിന്റ്സ് വേണം എന്നുള്ളവർ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്കിൽ എക്സ്ട്രാ പോയിന്റ്സ് കൂടെ ആഡ് ചെയ്ത് ഒരു വീഡിയോ കൂടി ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻസൈം ആക്ടിവേഷൻ ആണ്. എൻസൈംസിന്റെ ആക്ടിവേഷന് വേണ്ടിയിട്ടും ലിവർ എന്ന് പറയുന്ന ഓർഗൻ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ദെൻ സ്റ്റോറേജ് ഓഫ് ഗ്ലൈക്കോജൻ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഗ്ലൈക്കോജന്റെ സ്റ്റോറേജിനും വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ സ്റ്റോറേജിന് ലിവർ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഓർഗൻ ആണ്. ദെൻ സിന്തസിസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ് സച്ച് ആസ് ആൽബുമിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഇവയ്ക്കും നമ്മുടെ ലിവർ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. ദെൻ ബ്ലഡ് ഡീടോക്സിഫിക്കേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നതും ലിവറിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ദെൻ ആൽബുമിൻ, എ പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ ലിവർ. നമ്മുടെ ലിവറിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൽബുമിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് കേട്ടോ. അറിയുന്നവർ കമന്റ് സെക്ഷനിൽ ആൻസർ പറയുക. ഏതൊക്കെ കേസസിനാണ് നിങ്ങൾ ആൽബുമിൻ എടുക്കുന്നത് കണ്ടിട്ടുള്ളത്, ഏത് കണ്ടീഷനാണ് ആൽബുമിൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതെന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. എൻസൈംസ് ഫൗണ്ട് ഇൻ ലിവർ. നമ്മുടെ ലിവറിൽ ഫൗണ്ട് ചെയ്തിരിക്കുന്ന എൻസൈംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ കൂടി പറയുന്നത്. ALT അതിന്റെ ഫുൾ ഫോം ആണ് അലനൈൻ ട്രാൻസമിനേസ്. ദെൻ AST ആസ്പർട്ടേറ്റ് ട്രാൻസമിനേസ്, ALP ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ദെൻ GGT ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാട്ടോ. നമ്മൾ എന്തായാലും മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഫാർമക്കോളജിയിൽ ഇതുപോലെയുള്ള കടുകട്ടി വാക്കുകളൊക്കെ നമ്മൾ എന്തായാലും പഠിക്കേണ്ടതായിട്ട് വരും. ഇതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക. അതോടൊപ്പം എക്സാമിന് ഇത് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മുടെ പേപ്പർ നോക്കുന്ന ഇൻവിജിലേറ്ററിനെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ എക്സ്ട്രാ കാര്യങ്ങൾ അറിയാം എന്നുള്ളൊരു ചിന്ത കൂടി വരും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ദ ലിവർ ഹാസ് 2 ലാർജ് സെക്ഷൻസ്. ലിവറിന് 2 ലാർജ് സെക്ഷൻസ് ആണുള്ളത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബ്. ദെൻ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ്, ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സിനെ ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ പറ്റിയിട്ട് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ബൈൽ ജ്യൂസ് സെക്രീറ്റഡ് ബൈ ഹെപ്പാറ്റിക് സെൽസ് പാസ് ത്രൂ ഹെപ്പാറ്റിക് ഡക്ട്സ് ആൻഡ് സ്റ്റോർഡ് ഇൻ ഗാൾ ബ്ലാഡർ. അതായത് ബൈൽ ജ്യൂസ്, നമ്മുടെ ഹെപ്പാറ്റിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ ജ്യൂസ് ഹെപ്പാറ്റിക് ഡക്ട് വഴി പാസ് ചെയ്ത് ഗാൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഡക്ട് ഓഫ് ഗാൾ ബ്ലാഡർ ആൻഡ് ഡക്ട് ഫ്രം ലിവർ ഫോം കോമൺ ബൈൽ ഡക്ട്. നമ്മുടെ ഗാൾ ബ്ലാഡറിന്റെ ഡക്റ്റും ലിവറിന്റെ ഡക്റ്റും കൂടി ചേർന്ന് ഒരു കോമൺ ബൈൽ ഡക്ട് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ
ലിവർ ഈസ് ദ ഓർഗൻ വിച്ച് റിമൂവ്സ് വേസ്റ്റ് ഫ്രം ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്നുമുള്ള വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. ഫോർ ഹെൽത്തി നോൺ ആൽക്കഹോളിക് പേഴ്സൺ 10% ഓഫ് ലിവർ ഈസ് ഇനഫ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൽക്കഹോളിക് അല്ലാത്ത ഒരു പേഴ്സണിന് 10% ഓഫ് ലിവർ മതി എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ബോഡി ഫങ്ഷൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾ കെമിക്കൽസ് ആർ റിമൂവ്ഡ് ബൈ ലിവർ. നമ്മുടെ ലിവറിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ കെമിക്കൽസിനെ റിമൂവ് ചെയ്യപ്പെടുന്നത്. ലിവർ ഹാസ് കപ്പാസിറ്റി ടു റീജനറേറ്റ്. ലിവറിന് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് നിന്നിട്ടുള്ള ഏതെങ്കിലും സ്റ്റുഡൻസോ വർക്ക് ചെയ്യുന്നവരോ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതോടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഹെൽപ്സ് ബോഡി ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് റിമൂവ് ബാക്ടീരിയ ഫ്രം ബ്ലഡ്. അതായത് ലിവർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഫെക്ഷൻസിനെയും നമ്മുടെ ബ്ലഡിലുള്ള ബാക്ടീരിയാസിനെയും ഒക്കെ എതിരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഓർഗൻ കൂടിയാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു. ലിവറിന്റെ ഫംഗ്ഷൻ കമന്റിൽ ചോദിച്ചിരുന്ന ആൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ടോപ്പിക്സ് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ടൈം അനുസരിച്ച് ഞാൻ എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതോടൊപ്പം സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.